അതിൻ്റെ ഫണൽ പിടിപ്പിക്കുക, ക്ലാമ്പ് അതിൻ്റെ പിടിപ്പിക്കുക, അതിൻ്റെ ഫില്ലിങ്ങിൻ്റെ നോസിൽ പിടിപ്പിക്കുക, ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം ഇതിനകത്ത് എയർ ഹോസ് വന്നിട്ട് 8 എയർ ഹോസാണ് വന്നത്, അത് കൊടുക്കുക. ഇതിപ്പോൾ വാല് ഇത് ക്ലോസ് ആണ്, ഇത് ഓപ്പണാണ്. ഓക്കെ, ഓപ്പൺ ആയിരിക്കുന്ന ടൈമിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും, അതായത് എന്തോരം എയർ ഉണ്ടെന്ന്. എയർ 0 ആയി ഞാൻ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ. ഇപ്പോൾ എയർ ഓണായി. അതിനുശേഷം നമ്മുടെ കണക്ഷൻ സപ്ലൈ കൊടുക്കുക, കേബിൾ ഇവിടെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്യുക. അപ്പോൾ റെഡ് ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് ഓണാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ എയറിൻ്റെ കൺട്രോൾ വാൽവ് ഉണ്ട്, അതായത് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇത് നമ്മുടെ സ്കെയിലാണ്, ആ സ്കെയിലാണ് നമ്മൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യണം. ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സെൻസറിൻ്റെ ഇവിടെയുള്ള സ്ക്രൂ ലൂസ് ചെയ്യുക, ഊരിയെടുക്കണ്ട, ലൂസ് ചെയ്താൽ മതി. അതിനുശേഷം ഈ നോബിൽ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാവും. സെൻസർ ഫോർവേഡ് ഈ സൈഡിലേക്ക്, സ്കെയിലിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടും. ഇവിടെയാണ് 0 കൊടുത്താണ്, ഇവിടെയാണ് 30 കൊടുത്താണ്. അപ്പോൾ 0 നിന്ന് 30ലേക്ക് വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടും, 30 നിന്ന് 0ലേക്ക് വരുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി കുറയും. 100 ml to 1000 ml വരെയാണ്. ഏകദേശം ഇതിൻ്റെ പിസ്റ്റൻ്റെ ഹാഫ് പോർഷൻ ആണെങ്കിൽ ഒരു 1/2 ലിറ്ററും, ഫുൾ പോർഷൻ ആണെങ്കിൽ ഏകദേശം 1 ലിറ്ററാണ് വന്നത്. ഏകദേശം ഈ ഒരു പോർഷനാകുമ്പോൾ 100 ml ആണ് ഇതിനകത്ത് ഫില്ലിംഗ് റേഞ്ച് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇത് എമർജൻസി സ്റ്റോപ്പ് ബട്ടണാണ്. അതെപ്പോഴും സ്റ്റോപ്പ് ചെയ്തിടരുത്, എപ്പോഴും ഓപ്പൺ ആയി തന്നെ ഇരിക്കണം, എന്നാലാണ് വർക്ക് ചെയ്യുള്ളൂ. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി. ഇതിന് വലിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരില്ല, തിരിച്ചാലാണ് ക്ലോക്ക് വൈസ് തിരിച്ച് വിട്ടാൽ മാത്രമാണ് പുറത്തേക്ക് വരത്തുള്ളൂ. ഉണ്ടോ? ഇത് ജോഗ് എന്ന് പറഞ്ഞാൽ മാനുവൽ ഓപ്ഷനാണ്. ആ മാനുവൽ ഓപ്ഷനിൽ നമ്മുടെ പെഡൽ സ്വിച്ച് വെച്ച് പ്രസ് ചെയ്താൽ മാത്രമാണ് വരത്തുള്ളൂ. ഓരോ പ്രാവശ്യം പ്രസ് ചെയ്ത് വിട്ടാലാണ് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഓട്ടോ ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഗ്യാപ്പ് അനുസരിച്ച്. ആ ഗ്യാപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് പ്രഷറാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണത്, എയറിൻ്റെ പ്രഷർ. അപ്പോൾ ഇത് രണ്ടും, ഇത് ഔട്ട് പോകാനുള്ള എയറും ഇത് ഇനി വരാനുള്ള എയറും, ഇത് രണ്ടും നമ്മൾ ടൈറ്റ് ചെയ്യണതനുസരിച്ച് അതിൻ്റെ പ്രഷർ കുറയും, എയർ വന്നതിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ സമയം കൂടുതലായിട്ട് എടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഡിലേ അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി, അതായത് തിക്കായിട്ടുള്ള ഐറ്റാണെങ്കിൽ പ്രഷർ ഒരു മീഡിയം കൂട്ടിയിടണം. ലിക്വിഡൊക്കെ ആയിട്ടാണെങ്കിൽ ലേശം പ്രഷർ കുറച്ചിടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ള ഐറ്റംസ് ആകുമ്പോൾ തള്ളി വരാൻ എയറിൻ്റെ പ്രഷർ ആവശ്യമാണ്. ലിക്വിഡ് ആകുമ്പോൾ അടിച്ച് തെറിച്ച് വരും, അതുകൊണ്ടാണ്. ഇപ്പോൾ ലിക്വിഡ് ഒഴിച്ച് കാണിച്ചു തരാം.